വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഇനിയെങ്കിലും പാസ്സാകണം എന്ന് ഉദ്ദേശിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററും വളരെ കുറച്ച് സമയം കൊണ്ട് പഠിക്കാനുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ഒരു 7 ചാപ്റ്ററോളം. പക്ഷേ അതാരും കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കത് ആവശ്യമില്ല. സോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നിയതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ടാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 15 അല്ല, ആക്ച്വലി ഇതിൽ 17 ചോദ്യങ്ങൾ, 2 ബോണസ് ചോദ്യങ്ങൾ കൂടി ചേർത്തിട്ട് 15 + 2 17 ചോദ്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ ഐ എം ഷുവർ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഏകദേശം ഒരു 28 to 35 ക്വസ്റ്റ്യൻസിൻ്റെ അടുത്തിട്ടാണ് വരുന്നത്. അതിൽ 17 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 17 ക്വസ്റ്റ്യൻസ് നിങ്ങളെ പാസ്സാകോ ഫെയിൽ ആകോ എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ 17 ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം വേണം ബാക്കി ടോപ്പിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ. സോ ഒട്ടും സമയം കളയാതെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. സെയിൽസ് പ്രൊമോഷൻ എന്താണ്? അതിൻ്റെ 6 ടെക്നിക്സ് ആണ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് നമ്മളുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അതിൽ വരുന്നതാണ് റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് അതിനൊരു പർട്ടിക്കുലർ ഡിസ്കൗണ്ട് തരുന്നത്, അതൊരു ലിമിറ്റഡ് പീരീഡിലേക്കാണുള്ളൂ. 20,000 രൂപ ലിമിറ്റഡ് പീരീഡിലേക്ക് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിടുന്നത് റിബേറ്റ് ആണ്. ദെൻ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ലെസ് ദാൻ ലിസ്റ്റഡ് പ്രൈസ്, അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാളും താഴെ ഒരു പ്രൈസിൽ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട്. ദെൻ റീഫണ്ട് അറിയാലോ, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ അതിന് റെസിപ്റ്റോ കൊണ്ട് ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ശതമാനം പൈസ തിരിച്ചു കിട്ടും. പ്രീമിയം ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ വേറൊരു പ്രോഡക്റ്റ് കിട്ടുന്നതാണ്. ക്വാണ്ടിറ്റി ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ തന്നെ എക്സ്ട്രാ ക്വാണ്ടിറ്റി അധികം നമുക്ക് കിട്ടുന്നതാണ്. ഇൻസ്റ്റന്റ് ഡ്രോ ആൻഡ് അസൈൻഡ് ഗിഫ്റ്റ് എന്ന് വെച്ചാൽ സ്ക്രാച്ച് കാർഡൊക്കെ കണ്ടിട്ടില്ലേ, അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ എന്താണോ ഉള്ളത് ആ ഗിഫ്റ്റ് നമുക്ക് കിട്ടും. ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതി പേപ്പറിൽ ബോക്സിലിട്ട് അതിൽ നിന്ന് ആളെ എടുക്കുന്നത്. ദെൻ യൂസബിൾ ബെനിഫിറ്റ്, വെക്കേഷൻ, ഇപ്പോൾ തായ്ലൻഡ് ട്രിപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട് ബെനിഫിറ്റ് ആയിട്ട്. ഇത്ര രൂപയുടെ ഫർണിച്ചർ വാങ്ങിച്ചാൽ ഇത്ര രൂപയുടെ ഒരു പാക്കേജ് നിങ്ങൾക്ക് ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതാണ് യൂസബിൾ ബെനിഫിറ്റ്. ഫുൾ ഫിനാൻസ് അറ്റ് 0% എന്ന് വെച്ചാൽ 0% EMI ഉണ്ട്, പക്ഷെ അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. ദെൻ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രൊഡക്റ്റിൻ്റെ കൂടെ സാമ്പിളായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കുറച്ച് പീരീഡിലേക്ക് പെട്ടെന്നൊന്ന് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. ദെൻ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് വരച്ച് വെക്കണം. സെൻറ്ററിന് എഴുതിയാൽ മതി, ആളുടെ പടം ഒന്നും വരയ്ക്കൊന്നും വേണ്ട. സെൻറ്റർ, മെസ്സേജ്, എൻകോഡിങ്, മീഡിയ, ഡീകോഡിങ്, റിസീവർ, ഫീഡ്ബാക്ക്, നോയ്സ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് പറഞ്ഞു തന്നതായിരുന്നു. ചാപ്റ്റർ വൈസ് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വച്ചേക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് സെൻറ്റർ. അയാൾ അയക്കുന്ന അയാളുടെ ആശയങ്ങളാണ് മെസ്സേജ് ആയിട്ട് വരുന്നത്. അത് റിസീവറിലേക്ക് മീഡിയയിലേക്ക് കടത്തി വിടുന്നതിനേക്കാളും മുന്നേ അതിനെ മീനിങ് ഫുൾ ആയിട്ടുള്ള സിമ്പിൾസ് ഒക്കെ ആക്കി മാറ്റും, അതാണ് എൻകോഡിങ്. ദെൻ അതൊരു മീഡിയത്തിലൂടെ കടത്തി വിടുന്നു. ദെൻ അത് റിസീവർക്ക് എത്തുന്നതിന് മുന്നേ അതിനെ പഴയ ഫോമിലേക്ക് ആക്കുന്നു, അതാണ് ഡീകോഡിങ്. ദെൻ റിസീവറിൻ്റെ കയ്യിലേക്ക് എത്തുന്നു. റിസീവറിൻ്റെ കയ്യിലേക്ക് എത്തിയതിന് ശേഷം റിസീവർ എന്ത് ചെയ്യുന്നു? എനിക്കത് കിട്ടി എന്ന് തിരിച്ച് പറയുന്നതാണ് എന്ത്? ഫീഡ്ബാക്ക്. ഇതിൻ്റെ ഇടയിൽ വരുന്ന തടസ്സങ്ങളാണ് നോയ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫേമിൻ്റെ, ഒരു ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ. അതിൽ ഇത്രയും പാർട്ട് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എടുത്തു, ഇത്രയും ഭാഗം നമ്മൾ പ്രിഫറൻസ് ഷെയർസ് എടുത്തു, ഇത്രയും ഭാഗം നമ്മൾ ഡിബഞ്ചേഴ്സ് എടുത്തു. ഈ ഒരു പ്രൊപ്പോർഷൻ ഉള്ള ആ റേഷ്യോ, അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ ഡിബഞ്ചർ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പോലെയുള്ള സാധനങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ബെനിഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്. ദെൻ ക്യാഷ് ഫ്ലോ പൊസിഷൻ, നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ ലോണും ഡിബഞ്ചറൊക്കെ അധികം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നോക്കണമല്ലോ. സോ ക്യാഷ് ഫ്ലോ പൊസിഷൻ നോക്കണം. ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ 10,000 രൂപ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിലുള്ള ഏർണിങ്സ് 30,000 രൂപയാണെങ്കിൽ നമ്മൾ സേഫാണ്. കാരണം ഒരു 3 തവണയെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് അടയ്ക്കാനുള്ള ഏർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അപ്പോൾ ICR, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എത്ര കൂടുന്നോ അത്രത്തോളം നല്ലതാണ്. ദെൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഹയർ ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിലും നല്ലത് എന്താണ്, നമ്മൾ ഡിബഞ്ചർ ലോണൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ലേ. പിന്നെ കോസ്റ്റ് ഓഫ് ഡെറ്റ് നോക്കണം. ലോവർ റേറ്റിൽ നമുക്ക് ലോൺ കിട്ടുമോ അല്ലെങ്കിൽ ഡിബഞ്ചർ കിട്ടുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഡിബഞ്ചറൊക്കെ ആകുമ്പോൾ നമുക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ഓണേഴ്സ് ഫണ്ട് യൂസ് ചെയ്യാതിരിക്കുക, കൂടുതൽ ഡെറ്റ് ഫണ്ട്, അതായത് ലോണ് ഡിബഞ്ചറൊക്കെ യൂസ് ചെയ്യാം. ബിസിനസിന്റെ കൺട്രോൾ ഒരുപാട് പേരിലേക്ക് പോകരുതെന്നാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെറ്റ് ഫണ്ടാണ് നല്ലത്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ കമ്പനീസ് ആക്ട്, സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ നോക്കണം, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ നോക്കണം. ദെൻ കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കും. ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇൻ സൈസ്, ബിസിനസ് വളരുന്നതിനനുസരിച്ച് അതിൽ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും, അപ്പോൾ അത് കോർഡിനേഷൻ ആവശ്യമായിട്ട് വരും. ദെൻ ഫങ്ഷണൽ ഡിഫറൻഷിയേഷൻ, പല ഫങ്ഷൻസ് അല്ലേ, പ്ലാനിങ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പല പല ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവിടെ കോർഡിനേഷൻ വേണം. സ്പെഷ്യലൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഒന്നിലധികം ഒത്തിരി സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും. ഇവർ തമ്മിൽ അടി ഉണ്ടാകാതെ നോക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കോർഡിനേഷൻ ആവശ്യമാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്, കാരണം ചാപ്റ്റർ വൈസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. ദെൻ ഫങ്ഷണൽ ഫോമാൻഷിപ്പ്, ഡയഗ്രാം വരയ്ക്കാൻ മേ ബി ചോദിച്ചേക്കാം. ഫാക്ടറി മാനേജറിന് കീഴിൽ പ്ലാനിങ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും ഉണ്ടാവും. 2 പേരുടെ കീഴിൽ 4 പേരായിട്ട് 4+4 8 പേര് ചേർന്നിട്ടാണ് ഒരു വർക്ക്മാൻ എന്ത് ചെയ്യേണ്ടത്, സൂപ്പർവൈസ് ചെയ്യേണ്ടത് എന്നാണ് ആര് പറയുന്നത്, FW ടൈലർ പറയുന്നത്. ആരൊക്കെയാണ്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ഉണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ, റൂട്ട് ക്ലർക്ക് ഉണ്ട്, സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി പറഞ്ഞു കൊടുക്കാൻ, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ടൈം ആൻഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും, കോസ്റ്റ് കണ്ടുപിടിക്കും, ഡിസിപ്ലിനേറിയൻ അവിടെ ഡിസിപ്ലിൻ ഉറപ്പുവരുത്തും, സ്പീഡ് ബോസ് വർക്ക് കൃത്യമായിട്ട് സ്പീഡിൽ നടക്കുന്നെന്ന് ഉറപ്പുവരുത്തും, ഗ്യാങ് ബോസ് ആണെങ്കിലോ വർക്കേഴ്സ് ഫാക്ടറിയിൽ വന്നാൽ ഉടനെ തന്നെ വർക്ക് ചെയ്യാൻ പാകത്തിന് മെഷീനൊക്കെ റെഡിയാക്കി വെക്കണ്ടേ, അതാണ് പുള്ളി ചെയ്യുക. റിപ്പയർസ് ബോസ് പേര് കേട്ടാൽ തന്നെ അറിയാലോ, റിപ്പയർസ് എല്ലാം സെറ്റ് ചെയ്യും, ഇൻസ്പെക്ടർ വർക്കിൻ്റെ ക്വാളിറ്റി ശരിയാക്കും, ഉറപ്പുവരുത്തും. ഇനി പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻ പറഞ്ഞാൽ പ്ലാനിങ് ലീഡ്സ് ടു റിജിഡിറ്റി. ഒരു തവണ നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. പിന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ പ്ലാനിങ് വർക്കാകില്ല, ക്രിയേറ്റിവിറ്റിക്ക് അവിടെ സ്ഥാനമില്ല, ഒത്തിരി ചിലവുണ്ട്, ടൈം കൺസ്യൂമിങ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്തെന്ന് കരുതി നമുക്കവിടെ സക്സസ് ഗ്യാരണ്ടീഡ് ഒന്നുമല്ല. ഇനി കൺസ്യൂമർ 4 റൈറ്റ് ടു സേഫ്റ്റി, ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ അതിൽ നിന്നും ബുദ്ധിമുട്ടൊന്നും അപകടങ്ങളൊന്നും വരാതിരിക്കാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. റൈറ്റ് ടു ബി ഇൻഫോംഡ്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെ അറിയാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ചൂസ്, നമുക്ക് ഇഷ്ടമുള്ള സാധനത്തിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്തെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ബി ഹേർഡ്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് നമുക്ക് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെതിരെ റീഡ്രസൽ നേടാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കൺസ്യൂമർക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള റൈറ്റും ഉണ്ട്. ഇനി മാർക്കറ്റിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ്. ആദ്യത്തെ ഫങ്ഷൻ എന്താണ്, മാർക്കറ്റിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക, മാർക്കറ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം. എന്നിട്ട് മാർക്കറ്റിങ്ങിൻ്റെ പ്ലാനിങ് ഉണ്ടാക്കുക. പ്ലാൻ ചെയ്യണമല്ലോ, ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ വെച്ചിട്ട് പ്ലാൻ സെറ്റ് ചെയ്യുന്നു. പ്ലാനിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം ആ ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ പല ഗ്രേഡും ഒക്കെ അനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡൈസേഷൻ ആൻഡ് ഗ്രേഡിങ് ചെയ്യും. ദെൻ അതിന് പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ആണ്, അതിലേക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്യുന്നു. പിന്നെ നമ്മളൊരു ബ്രാൻഡിങ് കൊടുക്കും, നമ്മുടെ ബ്രാൻഡ് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് സർവീസ് ആണ്. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളെ കമ്പനിയുടെ നോട്ടീസ് ബോർഡിൽ ഒരു ഡേറ്റ് പറയും, അന്ന് വരുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്തെടുക്കും. കാഷ്വൽ കോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകളുടെ ഡേറ്റാബേസ് കീപ്പ് ചെയ്ത് വയ്ക്കും. കുറച്ച് വേക്കൻസി വരുമ്പോൾ അവരെ വിളിച്ച് അങ്ങനെ അവരെ അപ്പോയിന്റ് ചെയ്യും. ദെൻ അഡ്വർടൈസ്മെന്റ്, പല രീതിയിൽ പരസ്യം കൊടുക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒത്തിരി പേരുടെ ഡേറ്റ ഉണ്ടാകുമല്ലോ, അവിടെ നിന്ന് വേക്കൻസി ഫില്ല് ചെയ്യും. പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ് ഉണ്ട്, ഇവർ ഈ ഒരു മേഖലയിൽ പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കുറച്ച് എംപ്ലോയീസിന് ആവശ്യമാണെങ്കിൽ നമ്മൾ ഇവരെ വിളിച്ചാൽ മതി, അവർ നമുക്ക് ആ കറക്റ്റ് ക്വാളിഫിക്കേഷനുള്ള ആളെ റെഡിയാക്കി തരും. പക്ഷെ അവർക്കൊരു ഫീസ് കൊടുക്കേണ്ടി വരും. പിന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളേജും ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ്. അവർ ബിസിനസ്സുകാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കമ്പനി വന്ന് നമ്മുടെ കോളേജിൽ വന്നിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് നേരിട്ട് ജോലിക്ക് എടുക്കും. റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഫേമിൽ നല്ലൊരു വേറൊരു പോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളെ നമ്മൾ റെക്കമെൻഡ് ചെയ്യും അല്ലേ, അത്. പിന്നെ ലേബർ കോൺട്രാക്ടേഴ്സ്, നമ്മുടെ നാട്ടിലുള്ള ഭായിമാരെയൊക്കെ വലിയ വാർക്കപ്പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭായിമാരെ നേരിട്ട് വിളിക്കുകയല്ലല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിന്ദിക്കാരെ നേരിട്ട് വിളിക്കുകയല്ല ചെയ്യുന്നത്. കോൺട്രാക്ടേഴ്സ് ഉണ്ടാവും, കോൺട്രാക്ടർ വിളിക്കും, അവരുടെ കയ്യിൽ ഇവരുടെ ഡേറ്റ ഉണ്ടാവും.
എത്ര ആളാണ് വേണ്ട അത്ര ആളെ ഇവർ കൊണ്ടുതരും. പിന്നെ ടിവിയിൽ അഡ്വർടൈസിങ് കൊടുക്കുക, വെബ്സൈറ്റിൽ അഡ്വർടൈസിങ് കൊടുക്കുക, അതൊക്കെ. എന്താണ് മോട്ടിവേഷൻ? അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി ഡയഗ്രത്തോട് കൂടി വരയ്ക്കാനാണ് പറയുന്നത്. ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ആണ്. ഏറ്റവും താഴെ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്, അതിന് മുകളിൽ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, ദെൻ അഫിലിയേഷൻ നീഡ്, ദെൻ എസ്റ്റീം നീഡ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ബേസിക് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാലൊക്കെ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ആവശ്യം വരുന്ന മെയിൻ ആയിട്ടുള്ള ഹങ്കർ, തേഴ്സ്റ്റ്, ഷെൽട്ടർ പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ അയാൾക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ വേണമെന്ന് തോന്നും, അതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. മറ്റുള്ളവരൊക്കെ എന്നെ സ്നേഹിക്കണമെന്ന് തോന്നുന്നതാണ് ബിലോങ്ങിങ് നീഡ്. എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നെന്ന് തോന്നുന്നത് എസ്റ്റീം നീഡും. ഒരാൾ എന്തായി തീരാനുള്ള കഴിവ് ഉണ്ടോ അതിലേക്ക് അയാൾ എത്തി പരിപൂർണ്ണ അവസ്ഥയിലെത്തുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 11th ക്വസ്റ്റ്യൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ മാനേജ്മെന്റ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന്റെ ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ദെൻ ഫോർമൽ ഓർഗനൈസേഷൻ കമ്പനിയുടെ റൂൾസ് ആൻഡ് പോളിസീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സോഷ്യൽ ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. ദെൻ ഫോർമൽ ഓർഗനൈസേഷനിൽ അവിടെ ഒരു അതോറിറ്റി അങ്ങനെ ഒരു പൊസിഷൻ ഒക്കെ ഉണ്ട്. പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതോറിറ്റി വരുന്നത്, പക്ഷേ ഇവിടെ ക്വാളിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫോർമൽ ഓർഗനൈസേഷൻ റൂൾസ് അനുസരിച്ചാൽ പോകാം, ഇവിടെ റൂൾസ് ഒന്നുമില്ല. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സ്കലാർ ചെയിനിലൂടെയാണ്. ഇവിടെ പ്ലാൻഡ് റൂട്ടൊന്നുമില്ല. റിജിഡ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ലീഡേഴ്സ് ആവുന്നത് മാനേജേഴ്സ് ആണ്. ഇവിടെ മാനേജേഴ്സോ അല്ലാത്തവരൊക്കെ ലീഡർ ആവും. ഇനി ഹെൻറി ഫെയലിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ഉണ്ടല്ലോ, 14 പ്രിൻസിപ്പിളും പഠിക്കണം. നമ്മളതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് 14 പഠിക്കണം കേട്ടോ. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എടുത്തിരിക്കണം, പക്ഷെ 14 പഠിക്കണം നിങ്ങൾ. ദെൻ ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റ് എക്കണോമിക്കിൽ വരും, ഗവൺമെൻറ് സ്റ്റെബിലിറ്റി അതിൽ വരും, പൊളിറ്റിക്കലിൽ വരും, സയൻറ്റിഫിക് ഇംപ്രൂവ്മെൻറ്റ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റിൽ വരും, ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരും, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസും സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരും കേട്ടോ. ഇനി റീഡ്രസൽ ഏജൻസീസ് ഒരു കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് 3 തരത്തിലാണ്: ഡിസ്ട്രിക്റ്റ് ഫോറത്തിലൂടെ, സ്റ്റേറ്റ് കമ്മീഷനിലൂടെയും നാഷണൽ കമ്മീഷനിലൂടെയും കേട്ടോ. അപ്പോൾ ഇതൊന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. പിന്നെ എംപ്ലോയീസിൻ്റെ സെലക്ഷൻ്റെ പ്രൊസീജിയേഴ്സ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രിലിമിനറി സ്ക്രീനിങ് നടത്തും, ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ഓക്കെ, സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തും. അതിനുശേഷം അയാളെ ഇൻ്റർവ്യൂ ചെയ്യും. ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം അയാളുടെ റെഫറൻസ് എല്ലാം ചെക്ക് ചെയ്യും. ഓക്കെ ആണെങ്കിൽ ഇയാൾ സെലക്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തും. ചില ജോലികൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ആവശ്യം വരാറുണ്ട്. അപ്പോൾ അതും കൂടി ഓക്കെ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് ജോബ് ഓഫർ കൊടുക്കും. ഇന്ന ഡേറ്റിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറയും. ആ ഡേറ്റിൽ അയാൾ വന്ന് ആ കണ്ടീഷൻസ് എല്ലാം അംഗീകരിച്ച് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നതിലൂടെ അയാൾ അവിടുത്തെ എംപ്ലോയി ആയി മാറും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്സ്. മാർക്കറ്റിംഗ് മിക്സ് അല്ലെങ്കിൽ 4 P's ഓഫ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ ആണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന സാധനമാണ് പ്രൊഡക്റ്റ്. പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ അടച്ചാലാണ് കൺസ്യൂമർക്ക് അത് കിട്ടുള്ളൂ. പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനുണ്ട്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് ഇത് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് വിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ ആ ഒരു അതിൻ്റെ ഇടയിലുള്ള എല്ലാ ആക്ടിവിറ്റീസാണ് പ്ലേസിൽ വരുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട്, ആളുകളെ നിങ്ങൾ വാങ്ങിക്കൂ എന്ന് പറഞ്ഞാൽ ആളുകളെ പെർസുവേഡ് ചെയ്യുന്നതാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈലാണ്. 3 തരത്തിലുള്ള ലീഡർഷിപ്പ് സ്റ്റൈലാണുള്ളത്. ഓട്ടോക്രാറ്റിക് ഉണ്ട്, അവിടെ ഓർഡർ ഇടുന്നത് ഒരാളാണ്, ബാക്കി എല്ലാവരും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. അവിടെ 1 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ കണ്ടോ, എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ലൈസൻസ് ഫെയർ അല്ലെങ്കിൽ ഫ്രീ റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലീഡർ ഒരു പേരിന് മാത്രമായിരിക്കും ലീഡർ ഉണ്ടാകുക. എല്ലാ കാര്യങ്ങളിലും ഫോളോവേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ എംപ്ലോയീസ് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുക. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ലീഡർ എന്തെങ്കിലും ഇടപെടുള്ളൂ. 15 17 ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കോർ ഏരിയാസ് ആണ് ഇതെല്ലാം. ഒന്നുപോലും മിസ്സാക്കരുത്. ഈ 17 ഒരു ചോദ്യം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ 17 ചോദ്യങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി ചോദ്യങ്ങൾ പഠിക്കാൻ. വീഡിയോ ഹെൽപ്ഫുൾ ആയോ? ബാക്കി സബ്ജക്ട്സിൻ്റെയും ഇതേപോലെയുള്ള വീഡിയോസും മതി ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.